ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലൈഫ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള കർണാടക ബോർഡറിലുള്ള ഒരു വലിയ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത റോഡിന്റെ ഒരു വശത്ത് ശ്രീരാമനും ഒരു വശത്ത് സീതാദേവിയുമാണ് പ്രതിഷ്ഠ. നമുക്ക് വളരെ മനോഹരവും അതുപോലെ തന്നെ പ്രകൃതി രമണീയവുമായ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കണ്ടുവരാം. ബാ. ഞാൻ വന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നായതുകൊണ്ട് അവിടെ നിന്ന് വരുമ്പോഴുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെ പറയാം. കോഴിക്കോട് നിന്നും വയനാട് വന്ന് അവിടെ നിന്നും മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴി മൈസൂരിലേക്കുള്ള റൂട്ടിൽ പോകുമ്പോഴാണ് പൊൻകുഴി എന്ന സ്ഥലം. ഈ സ്ഥലത്താണ് പൊൻകുഴി സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും ഏകദേശം 105 കിലോമീറ്റർ ആണ് പൊൻകുഴി സീതാദേവി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷ്വൽസ് ഒന്നും പകർത്താൻ സാധിച്ചില്ല. എങ്കിലും ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. മൈസൂരേക്ക് പോകുന്ന വഴിയാണ് ഈ ക്ഷേത്രം എന്നതുകൊണ്ട് മൈസൂരേക്ക് പോകുന്ന സഞ്ചാരികളുടെ തിരക്കും അതുപോലെ തന്നെ രാമായണ മാസമായതുകൊണ്ട് രാമന്റെയും സീതയുടെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന നിലയിലും ഒരുപാട് ഭക്തർ ഇവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ സമയത്ത് സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള തിരക്കായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടത്. പൊൻകുഴി എന്ന സ്ഥലത്താണ് സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സീതാദേവിയുടെ കണ്ണുനീർ പൊഴിഞ്ഞ സ്ഥലം എന്നാണ് ഇവിടുത്തെ ആളുകൾ ഈ സ്ഥലത്തെ പറയുന്നത്. വനവാസത്തിനു ശേഷം ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി ഇവിടെ ഒരു ആൽമരത്തിന് ചുവട്ടിൽ വന്നിരുന്നു കരയുകയും ആ കണ്ണുനീർ നിലത്ത് വീണ് അവിടെ ഒരു കുഴി രൂപപ്പെടുകയും തുടർന്ന് അതൊരു തടാകമായി മാറുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ തടാകം ഇന്നും ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പൊൻകുഴി എന്ന പേര് വന്നിരിക്കുന്നത്. സീതാദേവിയുടെ കണ്ണുനീർ വീണ സ്ഥലം. ഒരു പീഠത്തിൽ രാമ, ലക്ഷ്മണ, സീതാദേവി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പട്ടാഭിഷേക ക്ഷേത്രം എന്ന മറ്റൊരു പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. റോഡിന്റെ ഒരു വശത്തുള്ള ക്ഷേത്രത്തിൽ സീതാദേവിയും ശ്രീരാമനും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠയാണെങ്കിലും റോഡിന്റെ മറുവശത്തുള്ള ക്ഷേത്രത്തിൽ ഹനുമാന്റെയും സീതാദേവിയുടെയും പ്രതിഷ്ഠയാണുള്ളത്. ഈ ഹനുമാൻ സീതാദേവി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ആൽമര ചുവട്ടിലാണ് സീതാദേവി വന്നിരുന്നു കരഞ്ഞു എന്ന് പറയപ്പെടുന്നത്. എല്ലാ വർഷവും കുംഭം 8-9 ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. അതുപോലെ തന്നെ മീനമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് ശ്രീരാമദേവന്റെ പ്രതിഷ്ഠാ ദിനവും ആഘോഷിക്കുന്നത്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവങ്ങൾ. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് വാൽമീകി ആശ്രമവും കാണാം. ഇതിപ്പോൾ തുറക്കുന്നില്ല. ഇതിനകത്ത് രാമായണവുമായി ബന്ധപ്പെട്ട ശില്പങ്ങളും ഗ്രന്ഥങ്ങളുമാണ് ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. പണ്ട് ഇവിടെ ഘോരവനമായിരുന്നു. അന്ന് ആ സമയത്ത് സീതാദേവി അമ്മ ഘോരവനത്തിലൂടെ നടന്ന് വാൽമീകി ആശ്രമത്തിൽ എത്തിച്ചേർന്നു എന്നതാണ് വിശ്വാസം. ഇടയ്ക്ക് ചെറിയൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുതേ. ഈ പുഴ കണ്ടോ? ഈ പുഴയുടെ തീരത്താണ് നമ്മുടെ സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ 365 ദിവസവും ഈ പുഴയുടെ തീരത്ത് വെച്ച് രാവിലെ 6 മണി കഴിഞ്ഞ് ബലിതർപ്പണങ്ങൾ നടക്കുന്നു. വൈകുന്നേര സമയമാണെങ്കിൽ ഈ പുഴയുടെ തീരത്ത് മാനുകളും മറ്റു കാട്ടുമൃഗങ്ങളും വെള്ളം കുടിക്കാൻ വരാറുണ്ടെന്ന് ഇവിടുന്ന് അറിയാൻ സാധിച്ചു. പക്ഷെ അത് കാണാൻ നിൽക്കാനുള്ള ഒരു സമയം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സീതാദേവിയെയും ശ്രീരാമചന്ദ്രനെയും ഹനുമാൻ സ്വാമിയെയും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത യാത്രാ പോയിന്റിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇത് രാമായണ മാസമാണ്, കർക്കിടക മാസമാണ്. സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രന്റെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഒന്ന് ദർശനം ചെയ്തു നോക്കൂ. അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ.